അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭയിലെ മുൻ US അംബാസഡർ നിക്കി ഹേലി രംഗത്ത്. റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവയെ ഹേലി ശക്തമായി വിമർശിച്ചു. ഈ നയം ഫലം കാണില്ലെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തകർക്കാൻ ഇത് കാരണമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ആഗോള ശക്തിയായി വളരുന്ന ചൈനയെ നിയന്ത്രിക്കാൻ ഇന്ത്യയുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് അത്യാവശ്യമാണെന്നും നിക്കി ഹേലി അഭിപ്രായപ്പെട്ടു. ചൈനയെ പോലെ ഇന്ത്യയെ ഒരു ശത്രുവായി കാണുന്നത് അമേരിക്കയ്ക്ക് ദോഷകരമാണെന്ന് നിക്കി ഹേലി മുന്നറിയിപ്പ് നൽകി. ചൈനയെ മറികടക്കുക, ശക്തിയിലൂടെ സമാധാനം കൈവരിക്കുക തുടങ്ങിയ ട്രംപിന്റെ വിദേശ നയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇന്ത്യയുമായുള്ള സഹകരണം നിർണായകമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയെ ആശ്രയിച്ചുള്ള വിതരണ ശൃംഖലകൾ ചൈനയിൽ നിന്ന് മാറ്റിയെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നും ഹേലി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇന്ത്യ-US ബന്ധത്തിൽ വലിയ ഉലച്ചിലുകൾ സംഭവിച്ചിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയതിന് പിന്നാലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് 25% അധിക തീരുവ ചുമത്തുമെന്നും US പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ-പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചയിൽ അമേരിക്കയുടെ പങ്ക് അംഗീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതും ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിക്കി ഹേലി ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. ചൈനയെ തളർത്താൻ ഇന്ത്യയെ കൂടെ നിർത്തണമെന്നാണ് നിക്കി ഹേലിയുടെ നിലപാട്. US-ന്റെ നിർണായക വിതരണ ശൃംഖലകളിൽ നിന്ന് ചൈനയെ അകറ്റാൻ ഇന്ത്യ അനിവാര്യമാണെന്ന് അവർ പറഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ചൈനയുടെ ആഗോള സ്വാധീനം കുറയ്ക്കാൻ സാധിക്കുമെന്നും ഹേലി ചൂണ്ടിക്കാട്ടി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഈ കാര്യത്തിൽ ഇന്ത്യക്കെതിരെ US എടുക്കുന്ന നിലപാട് തിരിച്ചടിയാകുമെന്നും അവർ പറഞ്ഞു. വിവിധ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ചു കാലമായി വർദ്ധിച്ചു വരികയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ നിലപാടെടുക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതും അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം വിജയിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ഈ വിഷയങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.